ചരിത്രത്തിൽ ആരും ഇന്നേ വരെ ഇങ്ങനെ ഒരു കംബാക്ക് കണ്ടിട്ടുണ്ടാവത്തില്ല, ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നുമില്ല. ഇങ്ങനെ ഒരു കംബാക്ക് തരണമെങ്കിൽ സിനിമയിലോ അല്ലെങ്കിൽ ബുക്കുകളിലോ അല്ലെങ്കിൽ കഥകളിലോ മാത്രമല്ല, ചരിത്രത്തിലും നമ്മുടെ ബൈബിളിലൊക്കെ ഒന്ന് തപ്പണം. വേറെ ആരുടെയും കഥയില ഞാൻ ഈ പറയുന്നത്, നമ്മുടെ സ്വന്തം യേശുക്രിസ്തുവിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാത്ത പല പാപങ്ങളും ഏറ്റെടുക്കുകയും നമുക്ക് വേണ്ടിയിട്ട് കുരിശ് ചുമക്കുകയും അത്രയും പീഡാനുഭവങ്ങൾ സഹിച്ച് മരിച്ച് 3-ാം ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഉയർത്തൊരു കംബാക്ക് അങ്ങോട്ട് തന്നു. ഇത്രയും മാസീവായിട്ടുള്ള ഒരു എൻട്രി ചരിത്രത്തിൽ ഒരൊറ്റ മനുഷ്യനും തന്നിട്ടുണ്ടാവത്തില്ല, ഇനി അങ്ങോട്ട് തരാനും പോകുന്നില്ല. ഈശോ കുരിശ് ചുമന്നപ്പോൾ പലരും വിചാരിച്ചത് അദ്ദേഹം തോൽവിക്ക് കീഴടങ്ങി അങ്ങനെയാണ്. പക്ഷെ സത്യത്തിൽ അതല്ലായിരുന്നു. നിശബ്ദതയുടെ മുൻപിൽ അദ്ദേഹത്തിനുള്ള വിജയത്തിനായിട്ട് അദ്ദേഹം കാത്തിരിക്കുമായിരുന്നു. മരിച്ചു കഴിഞ്ഞതിന് ശേഷം 3-ാം ദിവസം ഇത്രയും മാസീവായിട്ടുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കാത്തിരുന്നത്. കുരിശുമരണം ഒരു ശിക്ഷയായിരുന്നു, പക്ഷേ അവൻ്റെ തിരിച്ചുവരവ് അത് ഈ ലോകത്തിനായുള്ള മറുപടിയായിരുന്നു. യഥാർത്ഥ സ്നേഹം തിരിച്ചറിയപ്പെട്ട നിമിഷവും. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണും. ഇന്നാണ് ഈസ്റ്റർ. അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ.